നല്ല ഉറക്കം വരുന്നത് പോലെ തോന്നിയിട്ടായിരിക്കും അല്ലെ പലരും ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നത്. പക്ഷേ പിന്നീട് ബെഡിലെത്തിയതിന് ശേഷം ഫോൺ സ്ക്രോൾ ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തിച്ചു വരുന്ന ഉറക്കം നഷ്ടപ്പെടാറുണ്ടോ നിങ്ങൾക്ക്? എന്നാൽ ഇതുപോലെ ഉണ്ടാകുമ്പോൾ നമ്മളെ വെയിറ്റ് ഗെയിനിന് ഇത് കാരണമാവുകയും നമ്മൾ സ്ട്രെസ്സ് കൂടുകയും അതുപോലെ ഡയബറ്റീസ് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. റീസെൻ്റായി ഞാൻ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോക്ക് താഴെ വന്ന കമൻറ്റിൽ നിന്നാണ് ഞാൻ ഇന്ന് ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ടോപ്പിക്കിൽ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇതൊക്കെ നമുക്ക് ഒരു ചെറിയ ടിപ്സിലൂടെ ഈ ഉറക്കമില്ലായ്മ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോർമൽ ആൾക്കാർക്കുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഡയബറ്റീസിനുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരു ദിവസം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് സ്ലീപ്പിംഗ് ടൈമാണ്. ഇന്ന് ഒരു ദിവസം നമ്മൾ 10 മണിക്ക് ഉറങ്ങി, നാളെ പുലർച്ചെ 1 മണിക്കാണ് ഉറങ്ങുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ആ ഒരു ബയോളജി ക്ലോക്കിൽ ഒരു മാറ്റമാണ് വരുന്നത്. അപ്പോൾ അത് ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ ബോഡിയും അത് എഫക്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഒരു റുട്ടീൻ ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ന് 10 മണിക്ക് ഉറങ്ങുകയാണെങ്കിൽ നാളെയും അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. 9 മണി തൊട്ട് 10 മണിക്കുള്ളിൽ മസ്റ്റായിട്ട് ഉറങ്ങുന്നതിനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെയുള്ള കാര്യമാണ് ഫോൺ യൂസേജ്. ഒട്ടുമിക്ക എല്ലാവർക്കും ഉള്ള കാര്യമാണ്. ബെഡിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റീൽസോ എന്തെങ്കിലും സ്ക്രോൾ ചെയ്ത് അങ്ങ് വിടുക. അപ്പോൾ ഇത് നമ്മൾ ഫോണിൽ നിന്ന് വരുന്ന ആ ഒരു ബ്ലൂ ലൈറ്റിൽ നമ്മുടെ ഉറക്കത്തിന് സഹായിക്കുന്ന മെലാറ്റോണിൻ ഹോർമോണിൻ്റെ പ്രവർത്തനത്തെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് ഉറക്കം നഷ്ടപ്പെടുകയും അത് പിന്നീട് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാവുകയും ചെയ്യുന്നു. ഇത് ഒഴിവാക്കി നമുക്ക് ബുക്ക് വായിക്കാം ആ ടൈമിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള മ്യൂസിക്സ് വെച്ചിട്ട് കിടക്കാം. അതും അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുന്നേ ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ സ്ക്രീൻ യൂസ് ചെയ്യുന്നത്, ഫോൺ യൂസ് ചെയ്യുന്നത് ഒഴിവാക്കി തന്നെ വേണം. കുട്ടികളുടെ കാര്യത്തിൽ നമ്മളിത് പറയല്ലേ, അതുപോലെ തന്നെയാണ് മുതിർന്നവരുടെ കാര്യത്തിലും. പിന്നെ ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറഞ്ഞില്ലേ, എന്തൊക്കെ ബ്രീത്തിങ് എക്സസൈസ് ആണെന്ന് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒരു ചെറിയ ടിപ്പ് മാത്രം ഇന്നത്തെ വീഡിയോയിൽ പറയാം. നമ്മൾ കിടന്നിട്ട് ഒരു 4 സെക്കൻഡ്സ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, എന്നിട്ട് 7 സെക്കൻഡ്സ് അതവിടെ ഹോൾഡ് ചെയ്ത് വെക്കുക, എന്നിട്ട് പുറത്തേക്ക് വിടുന്നത് ഒരു 8 സെക്കൻഡ് കൊണ്ട് പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ഒരു 4 to 5 ടൈംസ് എങ്കിലും റിപ്പീറ്റ് ചെയ്യുക. ഇത് നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനത്തെ ന്യൂറോളജിക്കലി ആയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഒന്ന് ബ്രെയിനിനെ കാം ചെയ്യുകയും നമ്മുടെ ഉറക്കം പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത്തരം ടിപ്പുകൾ ഫോളോ ചെയ്യുന്നത്. പിന്നെ ആയിട്ടുള്ളതാണ് ഡിന്നർ ഹെവി ആയിട്ട് കഴിക്കുന്നത് ഒഴിവാക്കുക. ഹെവി ഡിന്നർ കഴിക്കുമ്പോൾ നമ്മളത് ഡൈജഷന് ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ബോഡി എന്തിൻ്റെ ഈ ഡൈജഷൻ നടത്താനുള്ള തിരക്കിലായിരിക്കും. ഉറങ്ങാനുള്ള കാര്യം ബോഡി തന്നെ വിട്ടുപോകും. അങ്ങനെയാണ് നമ്മൾ ഉറക്കക്കുറവ് വരുന്നത്. അതിന് പകരമായിട്ട് ഡിന്നർ ലൈറ്റായിട്ട് കഴിക്കുക. അതുപോലെ തന്നെ 2 to 3 hours മുന്നേ ആയിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചായ അല്ലെങ്കിൽ കാപ്പിയൊക്കെ രാത്രി സമയത്ത് കഴിക്കുന്നത്. നമ്മൾ ചായയും കാപ്പിയൊക്കെ രാത്രി കഴിക്കുമ്പോൾ 6 to 8 hours വരെ നമ്മളെ ബോഡിയിൽ പിന്നെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബോഡിയിൽ സ്ലീപ്പിനെ അത് ഡിസ്റ്റർബ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു 4 മണിക്ക് ശേഷം അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ശേഷം ചായ കുടിക്കുന്നത് മസ്റ്റായിട്ട് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ശീലമാണ് രാത്രി ഒന്ന് പുറത്തു പോയി ചായ കുടിക്കുക എന്നുള്ളത്. അത് മാക്സിമം കുറക്കുക. ഉറക്കമില്ലായ്മ ഉണ്ടെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയേ ചെയ്യുള്ളൂ. പിന്നെ നമുക്ക് രാത്രി കുടിക്കാൻ പറ്റുന്നത് ചൂടുള്ള പാലൊക്കെ നമുക്ക് കുടിക്കാം. കാരണം നമ്മൾ ഇതിൽ പാല് കുടിക്കുമ്പോൾ നമ്മളതിൽ ട്രിപ്റ്റോഫാൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംയുക്തമുണ്ട്. അത് നമ്മുടെ ഉറക്കത്തിന് കൂടുതൽ ഹെൽപ്പ് ചെയ്യുകയേ ചെയ്യുള്ളൂ. അതുപോലെ നമുക്ക് വാം മിൽക്കായിട്ട് കുടിക്കാം, അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾ ചേർത്ത് കുടിക്കാം, അല്ലെങ്കിൽ നട്ട്മഗ് ചേർത്തിട്ടൊക്കെ നമുക്ക് ഈ പാല് കുടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ കിടക്കുന്ന സമയത്ത് ഓവർ തിങ്ക് ചെയ്യുന്നവരുണ്ടാവും. അത് നമുക്ക് മനഃപൂർവ്വം ചെയ്യുന്നതല്ല, പക്ഷെ ഈ ഓവർ തിങ്ക് ചെയ്യുന്നത് നമ്മുടെ ഉറക്കത്തെ വല്ലാതെ ബാധിക്കും. അതുകൊണ്ട് തന്നെ മൈൻഡ് ഫ്രീ ആയിട്ട് കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടെങ്കിൽ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് അതൊന്ന് എഴുതി വെക്കാനോ ആരുടെങ്കിലും ഡിസ്കസ് ചെയ്യാനോ അല്ലെങ്കിൽ ലൈറ്റായിട്ട് ഒരു സ്ട്രെച്ചിങ് ചെയ്യുക, അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴി ആ ഓവർ തിങ്കിങ് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ ഇതുപോലെ സ്ട്രെസ് കുറയ്ക്കുന്നതിനായിട്ടുള്ള മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യാനുണ്ടാവും. അപ്പോൾ അത് നമ്മളൊരു 5 മിനിറ്റ് ചെയ്യുന്നത് വഴി തന്നെ നമ്മുടെ സ്ലീപ്പ് ഒരുപാട് ബെറ്റർ ആവുമെന്നാണ് പറയുന്നത്. നമ്മൾ ഉറങ്ങുന്ന സ്ഥലത്തിനും, അതായത് നമ്മുടെ ബെഡ്റൂം എൻവയോൺമെന്റിനും ഉറക്കത്തിന് വല്ലാതൊരു സ്വാധീനിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഡിം ലൈറ്റിൽ അവർ ഒരു കൂൾ ടെമ്പറേച്ചറിൽ നമ്മൾ വലിയ
ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. മൈൻഡ് ഫ്രീ ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആയുർവേദത്തിൽ പറയുന്നത് ഉറക്കക്കുറവിന് കാരണം വാതകോപമാണെന്നാണ്. അപ്പോൾ നമ്മളതിന് ചില ഓയിൽസ് കാലിനടിയിൽ മസാജ് ചെയ്യാൻ, തലയിൽ മസാജ് ചെയ്യാനൊക്കെ പറയാം. മെഡിസിൻസ്, ഓയിൽസ് ഒന്നും തന്നെ നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പേഴ്സണൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അതുപോലെ നമുക്കറിയാത്തൊരു മെയിൻ ടിപ്പാണ് രാവിലത്തെ സൺലൈറ്റ് കൊള്ളുക എന്നുള്ളത്. അത് ചെയ്യുന്നത് വഴി നമ്മൾ രാത്രിയിലെ സ്ലീപ്പ് റെഗുലേറ്റ് ആവുമെന്നാണ് പറയുന്നത്. അതുപോലെ നമ്മൾ 10 to 15 minutes ആണ് വെയിൽ കൊള്ളേണ്ടത്, രാവിലെയുള്ള വെയിൽ. അത് നമ്മൾ ഈ സ്ലീപ്പ് റെഗുലേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് അത് സ്ലീപ്പുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഈ ഒരു ചെറിയ ടിപ്പ് കൊണ്ട് തന്നെ മാറുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. നമ്മൾ ഇനി വീഡിയോയിൽ നോർമൽ ആയിട്ടുള്ളവർക്ക് ഉറക്കക്കുറവിനുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഡയബറ്റിസ് ഉള്ളവർക്കുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ വളരെ ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സ്ലീപ്പെന്നും നിങ്ങൾ എത്ര മണിക്കാണ് ഉറങ്ങുന്നതെന്നും ഒന്ന് കോമെന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോക്കായി ഫോളോ ചെയ്യുക. ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു.